പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ. നബുക്കദ്നേസർ ചോദിച്ചു, ഹേ ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളയും. ഏതു ദേവൻ എൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ഷദ്രാക്കും മെഷാക്കും അബേദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബുക്കദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബങ്ങളെയോ ആരാധിക്കുകയില്ല. അപ്പം എത്ര ശക്തമായ വിശ്വാസം! ഒന്ന് തള്ളി പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ആ മരണശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കുമ്പോഴൊക്കെ നമുക്കിത് വീണ്ടും വീണ്ടും കാണുവാൻ സാധിക്കും, അല്ലേ? എത്രയോ ക്രിസ്തു അനുയായികൾ കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ അവർക്ക് ഒരു നിമിഷം ക്രിസ്തുവിനെ തള്ളിപ്പറയാനാകുമായിരുന്നെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ ആ വധശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ സാധിക്കുമായിരിക്കും. എന്നിരുന്നാലും അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നില്ല. അത് വളരെ ക്ലീനും ബ്ലൈൻഡുമായിട്ടുള്ള സ്ട്രോങ് ഫെയ്ത്താണ്. അത് കഴിഞ്ഞ് പിന്നെ സംഭവിക്കുന്നത്, ഇവരെ തീച്ചൂളയിലോട്ട് എറിയുന്നു. ഈ എറിഞ്ഞവർ കത്തിച്ചാമ്പലായി പോകുന്നു. അതേസമയം ഇവർ തീച്ചൂളയിൽ ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല. രാജാവ് പെട്ടെന്ന് നോക്കുമ്പോൾ 4 പേരെ കാണുന്നു. 3 പേരെയാണല്ലോ നമ്മൾ എറിഞ്ഞത്, ഇപ്പോൾ 4 പേരെ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ആ തീകുണ്ഡത്തിൻ്റെ നടുവിൽ ഒരു തണുത്ത പ്രതലമുണ്ടാക്കി ഇവർക്ക് യാതൊരു ആപത്തും വരാത്ത രീതിയിൽ ഇവരെ പരിരക്ഷിക്കുന്നു. ഉടനെ നബുക്കദ്നേസർ രാജാവ് ഇവരെ തീച്ചൂളയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയും ആ അത്ഭുതം കണ്ട് രാജാവ് മനസ്സു മാറുന്നു. എന്നിട്ട് രാജാവ് പറയുന്നു, ഇനി മുതൽ ഇവരെ തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ച ദൈവമാണ് ഈ നാടിൻ്റെ ദൈവം. ആ ദൈവത്തിനെതിരായി ആര് എന്ത് പറഞ്ഞാലും അവരെ ഞാൻ കഷ്ണം കഷ്ണമാക്കി കൊന്നുകളയും എന്ന് രാജാവ് പറയുന്നു. രാജാവ് ആജ്ഞ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ എത്ര തീഷ്ണതയുള്ള വിശ്വാസം! നമ്മുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയൊക്കെ ഇത്രയ്ക്കുണ്ടോ? നമ്മൾ ദൈവത്തിനെ തള്ളിപ്പറയാതെ എന്തൊക്കെ തീച്ചൂളയിലൂടെ കടന്നു പോവുകയാണെങ്കിലും, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും, ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുവാൻ തക്ക വിശ്വാസം നമുക്കുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം, മാനുഷിക ബുദ്ധിക്ക് അതീതമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ
കെൽപ്പുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന വിശ്വാസം. നമ്മൾ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തും എന്ന ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തട്ടെ. അതിനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു. വർഷിപ്പ് ജീസസ്. Hallelujah, hallelujah. Praise you, adore you, worship Jesus. Thank you, Jesus.